നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF നയിക്കുന്ന അല്ലെങ്കിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 90 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 3 മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ LDF പ്രതിപക്ഷത്തായതിനു ശേഷം നടത്തുന്ന വലിയ തരത്തിലുള്ള നുണപ്രചരണങ്ങളും അതുപോലെ ക്യാപ്സൂളുകളും പലപ്പോഴും പൊട്ടിത്തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും VD സതീശൻ നടത്തുന്ന പത്രസമ്മേളനത്തിൽ വലിയ രീതിയിൽ തന്നെ ഫലപ്രദമായി തന്നെ ഇതിനെല്ലാം മറുപടി പറഞ്ഞു പോകുമ്പോൾ പലപ്പോഴും CPM പരിഹാസമാകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. മന്ത്രിസഭ നിലയിൽ വന്ന് ഏതാണ്ട് 3 മാസം പിന്നിടുമ്പോൾ ഓരോ പത്രസമ്മേളനത്തിലും ഈ പറഞ്ഞ VD സതീശൻ സ്വീകരിക്കുന്ന ശൈലി പ്രതിപക്ഷ നേതൃത്വത്തെയും അതുപോലെ അവരുടെ സൈബർ പോരാളികളെയും ഒരുപോലെ അസ്വസ്ഥരാക്കുന്നു എന്നുള്ളതാണ് UDF പറയുന്നത്. വളരെ ശാന്തമായി എന്നാൽ പറയേണ്ടത് കൃത്യമായി പറയുന്നു എന്നാണ് UDF പറയുന്നതെങ്കിലും എന്നാൽ LDF പറയുന്ന അങ്ങനെയല്ല. നുണേശൻ എന്ന രീതിയിലാണ് VD സതീശനെ LDF സൈബർ അണികളെല്ലാം ആക്ഷേപിക്കുന്നത്. കാരണം സതീശൻ എപ്പോഴും പറയുന്നത് മാറ്റി പറയുകയും അല്ലെങ്കിൽ നുണ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലാണ് CPM സൈബർ അണികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ UDF പറയുന്നത് അങ്ങനെയല്ല. വസ്തുക്കൾ നിരത്തി മറുപടി പറയുകയും അതുപോലെ കൃത്യമായി ഏത് കാര്യത്തിനും കൃത്യമായി മറുപടി പറയുകയും ചെയ്യുന്ന ആളാണ് VD സതീശൻ എന്നാണ് കോൺഗ്രസും പറയുന്നത്. എതിരാളികളുടെ പല അജണ്ടകളും പലപ്പോഴും VD സതീശൻ നിമിഷ നേരം കൊണ്ട് തകർത്ത് കളയുന്നുവെന്നും UDF പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണെന്നാണ് UDF പറയുന്നത്. കാരണം പ്രതിപക്ഷത്തിൻ്റെ വാദമുങ്ങളെ അപ്പോൾ തന്നെ ഖണ്ഡിച്ചുകൊണ്ട് അക്കമിട്ട് നിരത്തിയ കണക്കുകൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ CPM അണികളെല്ലാം പകച്ചു നിന്നു എന്നുള്ളതാണ് UDF പറയുന്നത്. അതായത് ട്രാൻസ്ഫർ വിവാദമായിരുന്നാലും ഓണക്കെട്ട് വിവാദമായിരുന്നാലും മുഖ്യമന്ത്രി ഉയർത്തിയ മറുവാദങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന തിരക്കഥകളെ പാടെ പൊളിച്ചടുക്കിയെന്നാണ് UDF സൈബർ അടികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സർക്കാർ മാറുമ്പോൾ സ്വാഭാവികമായി നടപ്പിലാക്കേണ്ട ട്രാൻസ്ഫറുകളെ രാഷ്ട്രീയ പകപോക്കലായി ചിത്രീകരിക്കാൻ മുൻ ഭരണപക്ഷമായി LDF നടത്തിയ ശ്രമം എത്രത്തോളം ബാലിശമായിരുന്നുവെന്നും അദ്ദേഹം തുറന്നു കാണിക്കുകയും ചെയ്തു. ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് 3 പേരുടെ ജീവൻ പൊലിഞ്ഞെന്ന് ആരോപിച്ച് വികാരപരമായ ഒരു നാടകം കളിക്കാൻ ചിലർ ശ്രമിച്ചെന്നും എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഇതിന് കൃത്യമായി കണക്കുണ്ടോന്ന മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ ചോദ്യത്തിൽ ആ പ്രചരണമെല്ലാം തകർന്നു വീണമെന്നാണ് ഇവർ പറയുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കെട്ടിടത്തിന്റെ താഴെ നിലയിൽ നിന്ന് മുകളിലേക്ക് മാറുന്നതിനെ പോലും ട്രാൻസ്ഫർ മരണമായി വ്യാഖ്യാനിക്കുന്നവരുടെ കുബുദ്ധിയെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തു. മുൻകാലങ്ങളിൽ അന്നത്തെ LDF സർക്കാർ നടത്തിയ ക്രൂരമായ ട്രാൻസ്ഫറുകളെക്കുറിച്ച് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഭാര്യയെ കാസർഗോഡും ഭർത്താവിനെ തിരുവനന്തപുരത്തും സ്ഥലം മാറ്റി കുടുംബങ്ങളെ തകർക്കാൻ പോലും ശ്രമിച്ച കാലം ആളുകൾ മറന്നുപോയെന്നാണ് VD സതീശൻ തിരിച്ചു ചോദിച്ചത്. അത്തരം രാഷ്ട്രീയ ഇടപെടലുകൾ ഇപ്പോൾ നടക്കുന്നില്ലെന്നും ഭരണപരമായ ആവശ്യങ്ങൾ മാത്രമാണ് ട്രാൻസ്ഫർ നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയതോടെ ആ വിഷയം അവിടെ അവസാനിക്കുകയും ചെയ്തു. രാഷ്ട്രീയ എതിരാളികൾ കാലങ്ങളെ ഏറ്റവും കൂടുതൽ കൊട്ടിക്കൊഴിച്ച ഒന്നാണ് ഈ ഓണക്കിറ്റ് വിതരണം എന്നുള്ളത്. അതായത് ഇപ്പോൾ ഓണം തുടങ്ങിയ സമയം മുതൽ ആ ചിങ്ങമെത്തി എന്നിട്ടും എന്തുകൊണ്ട് ഓണക്കിറ്റ് വന്നില്ല എന്നുള്ള വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാലോചിക്കണം, കഴിഞ്ഞ ചിങ്ങമാസത്തിൽ തിരുവനന്തപുരത്തെ ഒരു ഔട്ട്ലെറ്റിൽ മാത്രം എല്ലാം കാലിയായി കിടക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടത്. അതുപോലെ സപ്ലൈകോടെ പല ഔട്ട്ലെറ്റുകളും സാധനങ്ങൾ സ്റ്റോക്കില്ല എന്ന ബോർഡ് വെക്കുന്നതും എഴുതി ഒട്ടിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അതില്ലാതാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഇവിടെ ഇപ്പോൾ UDF അധികാരത്തിൽ വന്ന ശേഷം കിറ്റൊന്നും നൽകിയില്ല, പിണറായി സർക്കാർ എല്ലാ കിറ്റുകളും നൽകിയതാണ്, നിങ്ങളുടെ പൂക്കി മുഖ്യമന്ത്രി ഒന്നും നൽകുന്നില്ല എന്നുള്ള പരക്കെ ആക്ഷേപങ്ങൾ CPM സൈബർ അണികൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സൗജന്യ കിറ്റ് കൊടുക്കുന്നതിലൂടെ ജനങ്ങളെ പൂർണ്ണമായി വരുതിയിലാക്കാൻ കഴിയുമെന്നാണ് CPM കരുതിയതെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ റേഷൻ കടകളിൽ കിറ്റില്ല എന്നും ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നും പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം നടത്തിയ നുണപ്രചരണങ്ങളെല്ലാം സർക്കാർ പുറത്തുവിട്ട കണക്കുകൾക്ക് മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് UDF അണികൾ പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷം കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിന് പല ഔട്ട്ലെറ്റുകളിലും സാധനങ്ങളില്ലാതെ അത് വലിയ വാർത്തയപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അത് അങ്ങനെയല്ല മാധ്യമങ്ങൾ വ്യാജം പ്രചരിപ്പിക്കുന്നു എന്ന് പടച്ചുവിട്ട CPM അണികൾ ഇപ്പോൾ പറയുന്നു ഇതാ VD സതീശൻ സർക്കാർ കിറ്റ് കൊടുത്തില്ലെന്ന്. എന്നാൽ കണക്കുകൾ അങ്ങനെയല്ല എന്ന് കഴിഞ്ഞ ദിവസം VD സതീശൻ്റെ പത്രസമ്മേളനത്തിൽ തന്നെ തെളിഞ്ഞതാണ്. അതായത് ഓഗസ്റ്റ് 18 ഉച്ചയ്ക്ക് 2:30 വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ഓണക്കിറ്റ് വിതരണം തടസ്സപ്പെട്ടെന്ന പ്രചരണം മുഖ്യമന്ത്രി ശക്തമായി പൊളിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് യഥാർത്ഥത്തിൽ 5.93 ലക്ഷം കിറ്റുകളാണ് ആവശ്യമുള്ളതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ക്ഷാമം ഒഴിവാക്കാനായി കരുതൽ എന്ന നിലയ്ക്ക് 6,02,609 കിറ്റുകളാണ് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ 3,06,092 കിറ്റുകൾ ഇതിനോടകം തന്നെ റേഷൻ കടകളിൽ എത്തിച്ചും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആകെ തയ്യാറാക്കിയ കിറ്റുകളുടെ പകുതിയിലധികം വിതരണത്തിനായി എത്തിച്ചും കഴിഞ്ഞു. റേഷൻ കടകൾ വഴി 75,885 കാർഡുടമകൾ ഇതിനോടകം തന്നെ ഓണക്കിറ്റ് നേരിട്ട് കൈപ്പറ്റിയിട്ടുമുണ്ട്. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം നടക്കുന്നില്ല എന്നത് കേവലം കുപ്രചരണം മാത്രമാണെന്നും
പൂർണ്ണ സജ്ജീകരണങ്ങളുടെ കൃത്യസമയത്ത് തന്നെ വിതരണം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കിറ്റ് വിതരണം കൂടുതൽ വേഗത്തിലാക്കാനും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് മാവേലി സ്റ്റോറുകൾ വഴി 13 അവശ്യ സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ സർക്കാർ ലഭ്യമാക്കിയിരിക്കുന്നത്. വിലക്കയറ്റം ഉണ്ടാക്കാത്ത രീതിയിൽ സപ്ലൈകോയുടെ മുഴുവൻ വിൽപ്പനശാലകളിലും ഇവ യഥാസമയം എത്തിച്ചിട്ടുമുണ്ട്. ചെറുപയർ, ഉഴുന്ന്, വൻപയർ, കടല, തുവരപ്പരിപ്പ് തുടങ്ങി 10 പ്രധാന ആവശ്യ ഇനങ്ങളും കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞ സബ്സിഡി നിരക്കിലാണ് ഇത്തവണ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇതിനെല്ലാം പുറമെ സപ്ലൈകോ വഴി വിൽക്കുന്ന ശബരി വെളിച്ചെണ്ണ വില വീണ്ടും കുറച്ചിരിക്കുകയാണ്. ലിറ്ററിന് 249 രൂപയുണ്ടായിരുന്ന ശബരി വെളിച്ചെണ്ണയ്ക്ക് 20 രൂപ കുറച്ച് 229 രൂപയാക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസമേകുന്നതിനായി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ സബ്സിഡി സാധനങ്ങൾ റേഷൻ കാർഡ് ഉപയോഗിച്ച് ഒറ്റത്തവണയായി വാങ്ങാനുള്ള പ്രത്യേക അവസരവും സർക്കാർ ഒരുക്കിയിട്ടുമുണ്ട്. സപ്ലൈകോയിലെ പ്രധാന സബ്സിഡി നിരക്കുകൾ കിലോഗ്രാമിൽ പറയുകയാണെങ്കിൽ ചെറുപയറിന് 85 രൂപ, ഉഴുന്ന് 87, കടല 63, വൻപയർ 68, തുവരപ്പരിപ്പ് 83, വറ്റൽമുളക് 130, ജയ, കുറുവ, മട്ടാരി 33 രൂപ, പച്ചരി 29, ശബരി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 229 രൂപ, മല്ലി 500 ഗ്രാമിന് 45 രൂപ എന്നിങ്ങനെയാണ് കണക്കുകൾ. പണ്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഒഴിഞ്ഞു കിടന്നതും നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വിധത്തിലുള്ള ക്ഷാമവും ഇല്ലെന്നാണ് എല്ലാവരും ഉറപ്പിച്ച് പറയുന്നത്. ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലും വ്യക്തമായ മറുപടിയാണ് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്. സർക്കാർ നയത്തിൻ്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ ഒരു മാസവും കൂടാതെ അല്ലെങ്കിൽ ഒരു മുടക്കവും കൂടാതെ നൽകുന്നു എന്നതും അഭിമാനകരമാണെന്നാണ് പറയുന്നത്. പെൻഷൻ വിതരണം 19-ാം തീയതി മുതൽ തുടങ്ങിയത് അർഹരായ 59 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസവുമാണ്. ഇതിനായി 951 കോടി രൂപയിലധികം അനുവദിച്ചു എന്ന കണക്ക് മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയും ചെയ്തു. അംഗൻവാടി ജീവനക്കാരുടെ കുടിശ്ശിക അടക്കം തീർത്ത് സർക്കാർ ജീവനക്കാർക്കുള്ള ബോണസ് പ്രഖ്യാപിച്ചതിലൂടെയും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സർക്കാരാണ് ഇതെന്ന സന്ദേശം വി ഡി സതീശന് നൽകാൻ സാധിച്ചു എന്നാണ് UDF പറയുന്നത്. പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾ പോലും സർക്കാരിൻ്റെ വിപണി ഇടപെടലുകളെ ശരിവെക്കുന്നത് പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൊതുവിപണിയിൽ വിവിധ ഇനം അരിക്ക് കിലോയ്ക്ക് 60 രൂപയിൽ കൂടുതൽ വിലയുണ്ടായിരുന്ന സംസ്ഥാനത്ത് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് സർക്കാരിൻ്റെയും സപ്ലൈകോയിലും ഓണച്ചന്തയിലും 33 രൂപയ്ക്ക് അരി ലഭ്യമാകുന്നുണ്ട്. റേഷൻ കടകൾ വഴി അധികമായി നൽകുന്ന അരിക്ക് കിലോയ്ക്ക് 26 രൂപ മാത്രമാണ് വില വരുന്നത്. പകുതിയോളം വിലക്കുറവിൽ ആവശ്യത്തിന് സാധനങ്ങൾ ലഭ്യമായതോടെ സർക്കാർ വിപണികൾ വൻ ഹിറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് UDF പറയുന്നത്. റേഷൻ കടകളിലും സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിലും അരിയടക്കമുള്ള സാധനങ്ങൾ വാങ്ങാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണം പ്രമാണിച്ച് സപ്ലൈകോയിലും പൊതുവിതരണ കേന്ദ്രങ്ങളിലുമായി അധികമായി 1,65,932 ടൺ അരിയാണ് സർക്കാർ എത്തിച്ചിരിക്കുന്നത്. പൊതുവിപണിയിൽ അരി ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങൾ വില കുതിച്ചു വരുന്നെന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ നൽകിയ വാർത്തയെ തുടർന്ന് സർക്കാരിൻ്റെ ഇടപെടൽ കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ആന്ധ്രയിലെ മില്ലുടമകളും ഇടനിലക്കാരും ഒത്തുകളിച്ച് കേരളത്തിൽ കൃത്രിമമായി അരിവില വർദ്ധിപ്പിക്കുന്നെന്ന വാദമുയർന്നതോടെ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെടുകയും ചെയ്തു. പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് കേരളത്തിലെ അരി മില്ലുകളിലും മൊത്തവിതരണ കേന്ദ്രങ്ങളിലും മിന്നൽ പരിശോധനകൾ ആരംഭിച്ചത് പൂഴ്ത്തിവെപ്പും കൃത്രിമ വിലക്കയറ്റവും തടയാൻ സഹായിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. റേഷൻ കടകളിൽ നിലവിലെ മാസവിഹിതത്തിന് പുറമെയാണ് കിലോയ്ക്ക് 26 രൂപ നിരക്കിൽ അധിക അരി നൽകുന്നത്. ഓണത്തോടനുബന്ധിച്ച് റേഷൻ കടകളിൽ അധികമായി എത്തിച്ച 13,841.37 ടൺ അരിയിൽ 3,929.77 ടൺ അരി ഇതിനോടകം വിറ്റഴിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. സപ്ലൈകോയിൽ ഇതുവരെ 578 ടൺ അരി വിറ്റുപോയിട്ടുമുണ്ട്. ഈ വസ്തുതകൾ കൃത്യമായി ചാർട്ടുകളോടെ പുറത്തു വന്നത് വ്യാജ പ്രചരണങ്ങൾ നടത്തിയ പ്രതിപക്ഷത്തെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. നുണപ്രചരണങ്ങൾ ഇറക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന് കരുതിയ പ്രതിപക്ഷത്തിന് കനത്ത പ്രഹരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വസ്തുതകൾക്കും കണക്കുകൾക്കും മുന്നിൽ നിൽക്കാൻ അത് കഴിയാതെ വിയർക്കുന്ന എതിരാളികൾ ഇനിയെങ്കിലും ഇത്തരം വ്യാജ വാർത്തകൾ അവസാനിപ്പിച്ച് ക്രിയാത്മകമായ രാഷ്ട്രീയത്തിലേക്ക് തിരിയണമെന്നാണ് UDF പറയുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉയർത്തുന്ന കൃത്യമായ ചോദ്യങ്ങൾക്കും കണക്കുകൾക്കും മുന്നിൽ മറുപടിയില്ലാത്ത അവർ വീണ്ടും അലയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. യാഥാർത്ഥ്യം അതീവ ലളിതമാണെന്നും സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്നും, അതായത് സർക്കാർ ജനങ്ങൾക്കൊപ്പം മാത്രമാണെന്നും വികസനത്തിനൊപ്പമാണെന്നും കിറ്റും പെൻഷനും അരിയുമൊക്കെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഉയരുന്ന നുണബോംബുകൾ കൊള്ളുന്നതിന് മുമ്പേ തന്നെ ചീറ്റിപ്പോവുകയാണ് ചെയ്യുന്നതെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളും വിവിധ കോണുകളിൽ നിന്നുള്ള ഇടപെടലുകളും തെളിയിക്കുന്നത് ഒന്ന് മാത്രമാണെന്നാണ് ഇവർ പറയുന്നത്. അതായത് സർക്കാർ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നും കുതന്ത്രങ്ങൾക്കൊന്നും ജനങ്ങളെ വഴിതെറ്റിക്കാൻ കഴിയില്ല എന്നുമാണ് കോൺഗ്രസ് പറയുന്നത്.